നമസ്കാരം, വെൽക്കം ബാക്ക് ടു PMS2 ക്ലാസ്സസ്. നമ്മൾ നെക്സ്റ്റ് നമ്മൾ ക്ലാസിക്കൽ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്നത് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം ആണ്. സോ ഇതിൽ ഞാൻ ആൽഗോരിതം കൊണ്ടുവന്നിട്ടുണ്ട്, ആൽഗോരിതം ഫോർ ദ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം. കാരണം മറ്റേതൊക്കെ നമുക്ക് കോഡ് വെച്ച് കുറേയൊക്കെ ചെയ്യുന്നതാണ്, ഇതും അതുപോലെ ചെയ്യാൻ പറ്റും. ഇത് കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവ് വേയിലാണ് ഞാൻ ഈ കോഡ് കൊടുത്തത്. സ്റ്റിൽ മറ്റേ നമുക്ക് സ്യൂഡോ കോഡ് വേലും ചെയ്യുന്നതാണ്. So it's algorithm for the producer consumer problem. The first step is initialize a fixed size buffer. അതായത് ഫിക്സഡ് സൈസ് ഒരു ക്യൂ ഉണ്ടായിരിക്കും, ഒരു ക്യൂ ഒരു അരേ വട്ടവർ അതായത് ബഫർ, ഒരു ഫിക്സഡ് സൈസ് ബഫർ വേണം. പിന്നെ ഒരു എം ടി സെമാഫോർ വേണം. ദെൻ വി നീഡ് എ ഫുൾ സെമാഫോർ ആൻഡ് എ മ്യൂടെക്സ് സെമാഫോർ. എം ടി സെമാഫോറിന്റെ വാല്യൂ സൈസ് ഓഫ് ദി ബഫർ ആയിരിക്കും. ഫുൾ സെമാഫോറിന്റെ വാല്യൂ ഇനീഷ്യലി 0 ആയിരിക്കും. മ്യൂടെക്സിന്റെ വാല്യൂ, മ്യൂടെക്സ് എന്നത് ലോക്ക് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്രിട്ടിക്കൽ സെക്ഷൻ എന്താണെന്ന് അറിയണ്ടല്ലേ, അതായത് ഓരോ പ്രോസസ്സിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ ഉണ്ട്. ആ ക്രിട്ടിക്കൽ സെക്ഷനിൽ ഒരു സമയത്ത് ഒരു പ്രോസസ് മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിനാണ് നമ്മൾ മ്യൂടെക്സ് കൊടുക്കുന്നത്, മ്യൂടെക്സ് ലോക്ക്. അതായത് ഒരേ സമയം പ്രൊഡ്യൂസറും കൺസ്യൂമറോട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സിങ്ക്രണൈസേഷൻ പ്രോബ്ലം വരികയും ലോക്ക് പോലത്തെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ മ്യൂടെക്സ് സെമാഫോർ യൂസ് ചെയ്യും. ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ ആ ലോക്ക് അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ ഒരു പ്രൊഡ്യൂസർ കൺസ്യൂമർ ത്രെഡ് ഉണ്ടാക്കണം. പ്രൊഡ്യൂസർ ത്രെഡ്, കൺസ്യൂമർ ത്രെഡ്, പി ത്രെഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. നമുക്ക് പ്രൊഡ്യൂസർ ത്രെഡിന്റെ കാര്യം നോക്കാം. റിപ്പീറ്റ് ഇൻഡെഫിനിറ്റ്ലി മീൻസ് വൈൽ ലൂപ്പ് ആണ്, വൈൽ ട്രൂ. ആദ്യം തന്നെ ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യാം, എന്നിട്ട് വെയിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, വെയിറ്റ് അണ്ടിൽ ദർ സ്പേസ് ഇൻ ദ ബഫർ. അതായത് വെയിറ്റ് ഓൺ ദ ഫുൾ സെമാഫോറിൽ നമ്മൾ വെയിറ്റ് വിളിക്കുക. വെയിറ്റ് എന്ന് ഉദ്ദേശിക്കുക എന്താണ്? റിക്വസ്റ്റ് കൊടുക്കുകയാണ്. റിക്വസ്റ്റ് സിസ്റ്റം കോഡാണ്. അതായത് OS റിക്വസ്റ്റ് ചെയ്യും നമുക്ക് ഈ ഫൈനലി ഫുൾ സെമാഫോറിന്റെ വെയിറ്റ് നോക്കും. അതായത് ഫുൾ സെമാഫോർ ഫുൾ ആണോ, ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, ഫുൾ ആണോ നോക്കും. അതായത് ബഫർ സൈസിന് ഈക്വൽ ആയിട്ടാണെങ്കിൽ നമുക്ക് സാധനം അതിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അറിയാലോ. എന്നിട്ട് അത് നോക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതായത് സ്ഥലമുണ്ട് അല്ലെങ്കിൽ ബഫർ എം ടി ആണ്, അല്ലെങ്കിൽ ഇനി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ മ്യൂടെക്സ് അക്യൂർ ചെയ്യും, മ്യൂടെക്സ് സെമാഫോർ അക്യൂർ ചെയ്യും. മ്യൂടെക്സ് സെമാഫോർ എന്ന് പറഞ്ഞാൽ ബഫർ ആക്സസ് ചെയ്തു നമ്മൾ, ആ ലോക്ക് നമ്മൾ വാങ്ങി. അപ്പോൾ ആ സമയത്ത് ആർക്ക് വർക്ക് ചെയ്യാനാവില്ല? കൺസ്യൂമർ ത്രെഡിന് വർക്ക് ചെയ്യാനാവില്ല. ഇനി എന്ത് ചെയ്യുക, ആ ഐറ്റം ബഫറിലേക്ക് എടുക്കുക, എന്നിട്ട് മ്യൂടെക്സ് സെമാഫോർ നമ്മൾ റിലീസ് ചെയ്യുക, എന്നിട്ട് സിഗ്നൽ ഫംഗ്ഷൻ വിളിക്കുക, സിഗ്നൽ കോൾ കൊടുക്കുക. ആ ഐറ്റം ബഫറിലേക്ക് ആഡ് ചെയ്തു. ഒന്നുമില്ല, ഇൻക്രിമെന്റ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഡിക്രിമെന്റ്, സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇൻക്രിമെന്റ്. ഓക്കെ, അപ്പോൾ ഫുൾ സെമാഫോർ ഡിക്രിമെന്റ് ആവും, എം ടി സെമാഫോർ ഇൻക്രിമെന്റ് ആവും. ഓക്കെ, എന്നിട്ട് ലൂപ്പ് എൻഡ് ചെയ്യുക, വൈൽ ലൂപ്പ് എൻഡ് ചെയ്യുക. നെക്സ്റ്റ് കൺസ്യൂമർ ത്രെഡ്, അതും വൈൽ ലൂപ്പിന്റെ അകത്ത് തരാം. ഇനീഷ്യലി നമ്മൾ നോക്കുക അത് അറ്റ്ലീസ്റ്റ് ഒരു ഐറ്റെങ്കിലും ഉണ്ടോ, നമ്മൾ നോക്കുന്നത് ഇതിലാണ്, എം ടി സെമാഫോറിലാണ്. എം ടി സെമാഫോർ ഗ്രേറ്റർ 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. സോ എം ടി സെമാഫോറിൽ വെയിറ്റ് വിളിക്കും, അപ്പോൾ നമ്മൾ അത് ആക്സസ് ചെയ്തതിന് അർത്ഥം. അപ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായി, ഡിക്രിമെന്റ് ആയി. അപ്പോൾ എം ടി ഒന്ന് ഡിക്രിമെന്റ് ആയി. നമ്മൾ മ്യൂടെക്സ് സെമാഫോർ അക്വയർ ചെയ്തു. ഇനി നമ്മുടെ ടൈമിലാണ്, കൺസ്യൂമർ ടൈമിലാണുള്ളത്. ഒരു ഐറ്റം നമ്മൾ കൺസ്യൂം ചെയ്യുക, നേരത്തെ ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്തു, ഒരു ഐറ്റം കൺസ്യൂം ചെയ്തു, എന്നിട്ട് മ്യൂടെക്സ് സെമാഫോർ റിലീസ് ചെയ്യുക, എന്നിട്ട് ഫുൾ സെമാഫോറിന്റെ അവിടെ സിഗ്നൽ കൊടുക്കുക. അപ്പോൾ ഫുൾ സെമാഫോർ അവിടെ നല്ല ഡിക്രിമെന്റ് ചെയ്യുന്ന വരുന്നത്. കൺസ്യൂം ചെയ്യുമ്പോൾ എന്തിലാ ഡിക്രിമെന്റ് വരുന്നത്? സിഗ്നൽ ദാറ്റ് ഐറ്റം ഹാസ് ബീൻ കൺസ്യൂം ഫ്രം ദ ബഫർ. ഇത് ഡിക്രിമെന്റ് അല്ല, സോറി, ഇത് ഇൻക്രിമെന്റ് ആണ് ആക്ച്വലി വരുന്നത്. ഓക്കെ, സാധനം കൺസ്യൂം ചെയ്തു എന്ന് ഫുൾ സെമാഫോറിന് ഇൻക്രിമെന്റ് ആവും, ഡിക്രിമെന്റ് അല്ല. സിഗ്നൽ എപ്പോഴും ഇൻക്രിമെന്റ് ആണ്, വെയിറ്റ് എപ്പോഴും ഡിക്രിമെന്റ് ആണ്. ഇനി സെമാഫോർ നേരത്തെ നമ്മൾ ഇവിടെ ഇനീഷ്യലൈസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. എം ടി സെമാഫോറിന് സൈസ് ഓഫ് ദ ബഫർ ആയിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്യുക. ഫുൾ സെമാഫോർ ഇനീഷ്യലി 0 ആയിരിക്കും, മ്യൂടെക്സ് ഇനീഷ്യലി 1 ആയിരിക്കും. ടു പ്രൊവൈഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അറിയാലോ, ഒരു സമയത്ത് ഒരാൾ മാത്രം യൂസ് ചെയ്യുന്നതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. എന്നിട്ട് രണ്ട് പ്രൊഡ്യൂസർ ത്രെഡും കൺസ്യൂമർ ത്രെഡും കൂടി സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഓരോരുത്തർ ത്രെഡ് ഫിനിഷ് ആകാൻ വേണ്ടിയിട്ട്, ഡെഡ് ആകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് കഴിഞ്ഞ പ്രാവശ്യം ജാവയിൽ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ സെമ്മിൽ. ആണ് ജോയിൻ ഫംഗ്ഷൻ. ആ ജോയിൻ യൂസ് ചെയ്ത് നമ്മൾ രണ്ട് ത്രെഡ് ഡെഡ് ആവാൻ വേണ്ടി കാത്തുക്കും. ദെൻ എൻഡ്. ഇതാണ് അൽഗോരിതം. നമുക്ക് ഇവിടുന്ന് കോഡിലേക്ക് കിടക്കാം. ഇതാണ് കോഡ്. ആദ്യം ഈ ഹെഡേഴ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പി ത്രെഡ്, സെമാഫോർ,
UNASTD. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പി ത്രെഡ് സെമാഫോർ. സെമാഫോർ ഒക്കെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ നമുക്ക് സെമാഫോർ ഹെഡർ വേണം. ത്രെഡ് പി ത്രെഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ നമുക്ക് പി ത്രെഡ് എന്ന് വേണം. ഓക്കെ, സെമാഫോറിന്റെ ഡയറക്ട് ടൈപ്പ് ആണ് സെംടി. നമുക്ക് പിന്നെ ഒരു ബഫർ സൈസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം, എത്ര വെച്ചാൽ ബഫർ സൈസ്. പിന്നെ ട്രൂ, കാരണം വൈൽ ട്രൂ ആണെന്ന് വൈൽ 1 കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ആ ഒരു ആൽഗോരിതം മാച്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈൽ ട്രൂ എന്ന് കൊടുത്തത്. സോ ട്രൂ 1 ആണ് നേരത്തെ ഡിഫൈൻ ചെയ്ത് വെക്കണം. കാരണം ജാവ ഒക്കെ പോലെ നേരത്തെ ട്രൂ എഴുതി കഴിഞ്ഞാൽ സിക്ക് അങ്ങനെ പ്രീ ഡിഫൈൻഡ് ട്രൂ വാല്യൂ ഇല്ല. സോ അങ്ങനെ ചെയ്ത് വെക്കണം. പിന്നെ ഒരു ബഫർ സൈസ്, പിന്നെ ഒരു ഇന്നും ഒരു ഔട്ടും 0 ആക്കി വെക്കാം. ഇനീഷ്യലി നമ്മൾ പ്രൊഡ്യൂസറിന്റെ കാര്യം എന്താ പറഞ്ഞത്? ആദ്യം നമ്മൾ വെയിറ്റ് ഓൺ എം ടി സെമാഫോർ നമ്മൾ വെയിറ്റ് വിളിക്കും. വെയിറ്റ് അണ്ടിൽ എം ടി ഗ്രേറ്റർ ദാൻ 0. അതായത് അതിലൊരു എം ടി ഗ്രേറ്റർ ദാൻ 0 ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? അതിൽ നിന്നൊരു എം ടി നിന്ന് ഡിക്രിമെന്റ് ചെയ്യുക. ദെൻ മ്യൂട്ടക്സ് ലോക്ക് അക്വയർ ചെയ്യുക. എന്നിട്ട് ബഫറിലേക്ക് ഡാറ്റ ആഡ് ചെയ്യുക. ഞാൻ ഇവിടെ ഡാറ്റ റാൻഡം ഇൻഡിജർ ആഡ് ചെയ്യുന്നത് എന്ത് ആഡ് ചെയ്യാം. ഇങ്ങനെ ഒരു 100ലെ ഒരു റാൻഡം ഇൻഡിജർ, ഈ റാൻഡ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിലേതൊരു ത്രെഡ് ഹെഡർ ഫയൽ വരുന്ന ഈ റാൻഡ് ഫംഗ്ഷൻ കേട്ടോ. അപ്പൊ റാൻഡം ഇൻഡിജർ ഡിവൈഡ് ബൈ മോഡ് ഓഫ് 100 എടുത്തു. സോ റാൻഡം നമ്പർ പ്രൊഡ്യൂസ് ചെയ്യും. അത്രേ ഉള്ളൂ. എന്തെങ്കിലും അത് നമുക്ക് ക്വസ്റ്റ്യൻ തരുന്ന പോലെയാണ്. ഞാൻ ഒരു ബഫറിലേക്ക് റാൻഡം നമ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു കാണിക്കുന്നു. എന്നിട്ട് നെക്സ്റ്റ് ഇന്ന ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഇൻഡെക്സ് ആണ് ആക്ച്വലി. സോ നെക്സ്റ്റ് ഇൻഡെക്സ് എടുക്കുന്നു. in +1 മോഡ് ഓഫ് ഓവർസ്. ഇത് മറന്നു വരുത്. ഇതിപ്പോൾ നമ്മൾ നെക്സ്റ്റിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടിയാണ് നെക്സ്റ്റ് ഇൻഡെക്സിലേക്ക് പോയിന്റ് ചെയ്തു. എന്നിട്ട് നമ്മളിത് ഉദ്ദേശിച്ചത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡെക്സിലാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്തത്. കൺസ്യൂം ചെയ്യുന്ന ഇൻഡെക്സ് നമ്മൾ ഔട്ട് വരണം. അതും ഈ സെയിം തന്നെയാണ്. ഔട്ട് +1 മോഡ് ബഫർ സൈസ് തന്നെ എടുക്കുന്നത്. അത് ബാക്കിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് ഫ്രണ്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കിൽ നിന്ന് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. എന്നിട്ട് പിന്നെ എന്താ പറയുന്നത്? സിഗ്നലിന് യൂസ് ചെയ്യുന്നതാണ് സെം പോസ്റ്റ്. അപ്പൊ എന്ത് ചെയ്യുക? സെം പോസ്റ്റ് മ്യൂട്ടക്സ് ലോക്ക് റിലീസ് ചെയ്യുക. എന്നിട്ട് സിഗ്നൽ ഫുള്ള് വിളിക്കുക. അല്ല സോറി, സിഗ്നൽ ഫുള്ള് കോൾ ചെയ്യുക. ഓക്കെ, ഫുള്ള് ഇൻക്രിമെന്റ് ചെയ്തു. അത്രേ ഉള്ളൂ. വിച്ച് മീൻസ് ഒരു സംഭവം കൂടി ആഡ് ചെയ്തെന്ന് അർത്ഥം. ഇത് സ്ലീപ്പ് കൊടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് അത് തന്നെ അതിന്റെ ഒരു ഇങ്ങനെ കറക്റ്റ് വേയിൽ അത് കാണാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. ഒരു വൃത്തി ഉണ്ടാവും. ആദ്യം പ്രൊഡ്യൂസ് ചെയ്തു, പിന്നെ കൺസ്യൂം ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്ത് അത് കാണുമ്പോൾ രസം ഉണ്ടാവും. ദെൻ കൺസ്യൂമർ ഒന്നുമില്ല, നേരത്തെ പോലെ തന്നെ ആദ്യം നമ്മൾ അതിൽ ആദ്യം വെയിറ്റ് ചെയ്തില്ല വിളിച്ച് എം ടി വിളിക്കും. ഇതിന് നേരെ ഓപ്പോസിറ്റ്, നിങ്ങൾ ഏതെങ്കിലും ഒറ്റ പഠിക്കുകയാണ് നേരെ ഓപ്പോസിറ്റ് അപ്പുറം കൊണ്ട് ചെയ്തത്. പ്രൊഡ്യൂസർ നോക്കൂ. പ്രൊഡ്യൂസർ നമ്മൾ വെയിറ്റ് ഓൺ എം ടി, ദെൻ വെയിറ്റ് ഓൺ മ്യൂട്ടക്സ്, ദെൻ ബഫർ ദെൻ +1, എന്നിട്ട് സിഗ്നൽ പോസ്റ്റ് ചെയ്തില്ല വിളിച്ചത് സിഗ്നൽ മ്യൂട്ടക്സ്, സിഗ്നൽ ഫുള്ള്. അപ്പോൾ ഒന്ന് ഇവിടെ നിന്ന് ഗസ് ചെയ്ത് നോക്കൂ. കൺസ്യൂമർ എന്തായിരിക്കും? സെം വെയിറ്റ് ഫുൾ ആയിരിക്കും. ഓക്കെ, സെം വെയിറ്റ് ഫുള്ള്. മ്യൂട്ടക്സ് സെയിം ആയിരിക്കും, സെം വെയിറ്റ് മ്യൂട്ടക്സ്. എന്നിട്ട് ബഫറിൽ നിന്ന് നമുക്ക് എടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇനീഷ്യലി നമ്മൾ അതിന്റെ ഇത് സ്പെസിഫൈ ചെയ്യണം. എന്ത്? ഓക്കെ, ഇനി ഒരു ഇന്റെ ഐറ്റം എന്നതിലേക്ക് നമ്മൾ ആ ബഫർ എന്ന സാധനം എടുക്കുക. റിമൂവ് ഡാറ്റ ഫ്രം ബഫർ. അപ്പോൾ ബഫർ ഔട്ട്. ആ ഔട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഔട്ട് +1. നെക്സ്റ്റ് ഔട്ട് എന്ന് പറയുന്നത് ഔട്ട് +1 മോഡ് ബഫർ സൈസ്. ഇവിടെ നമ്മൾ ബഫറിന്റെ അകത്തേക്ക് കയറ്റി, എന്നിട്ട് +1 ബഫർ സൈസ്. മറ്റേത് ബഫറിന്റെ അകത്ത് എടുത്തു, ഐറ്റം ഈക്വൽ ടു ബഫർ ഔട്ട്. എന്നിട്ട് എന്താണ് കൺസ്യൂം ചെയ്തത് അവിടെ കാണിക്കും. അത് ഐറ്റം പ്രിന്റ് ചെയ്യും. ഇവിടെ കൺസ്യൂംഡ് ഐറ്റം പ്രിന്റ് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് ഔട്ടിന്റെ ഇൻഡെക്സ് പറയുന്നത് ഔട്ട് +1 മോഡ് ബഫർ സൈസ്. എന്നിട്ട് ലോക്ക് റിലീസ് ചെയ്യുക. ഇൻക്രിമെന്റ് എം ടി. ഇവിടെ ഇൻക്രിമെന്റ് എം ടി ആണ്. ഓക്കെ, കൺസ്യൂമർ എം ടി ഇൻക്രിമെന്റ് ചെയ്യും. ഇത് 2 മിനിറ്റ് 2 സെക്കൻഡ് സ്ലീപ്പ് കൊടുക്കുക. എന്നിട്ട് ഇതൊരു മെയിൻ പാർട്ടാണ്. ഓക്കെ, പി ത്രെഡ് ടി, അതായത് ഇത് നമ്മൾ നേരത്തെ എന്താ, പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ പറയുന്നത്? 2 ത്രെഡ്, ഒരു പ്രൊഡ്യൂസർ ത്രെഡും ഒരു കൺസ്യൂമർ ത്രെഡും ആണ്. അപ്പോൾ പി ത്രെഡ് ടി എന്നാണ് ത്രെഡിന്റെ ഡാറ്റ ടൈപ്പ് ഇൻ ദ സി. സോ പ്രൊഡ്യൂസർ ത്രെഡും ക്രിയേറ്റ് ചെയ്യുക, കൺസ്യൂമർ ത്രെഡും. പി ത്രെഡ് ടി, പ്രൊഡ്യൂസർ ത്രെഡ് ക്രിയേറ്റ് ചെയ്തു, കൺസ്യൂമർ ത്രെഡ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഫസ്റ്റ് തന്നെ സെം ഇനീഷ്യലൈസ്. നമ്മൾ അടുത്ത നെക്സ്റ്റ് എന്തായാലും പറയുന്നത്, സോറി, അതുപോലെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ
ensure proper initialization of the semaphore. Okay, so അതുപോലെ ഇനീഷ്യൽ പ്രോപ്പഗേഷൻ ഇതാണ് sem INIT which means semaphore initialization. First നമുക്ക് so initially നമുക്ക് ഫസ്റ്റ് empty നോക്കാം. empty initially 0 minimum 0 maximum buffer size, പിന്നെ ഫുള്ള് 0. ഇത് എനിക്ക് ഫസ്റ്റത്തെ വാല്യൂ എല്ലാത്തിനും 0 ആണ് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് മിനിമം വാല്യൂ ആണ്. ഇനീഷ്യലി 0 to buffer size, then ഫുള്ള് ഇനീഷ്യൽ 0 കൊടുക്കുക, മ്യൂട്ടക്സ് ഇനീഷ്യലി 1 കൊടുക്കുക. നേരത്തെ പറഞ്ഞ empty buffer size ഫുള്ളിന് 0, മ്യൂട്ടക്സിന് 1. ഓക്കെ, ഇതെല്ലാത്തിനും 0 കൊടുക്കുക. ഇതെല്ലാം ആൻഡ് വിച്ച് മീൻസ് അങ്ങോട്ട് നമ്മൾ പോയിന്റർ പാസ് ചെയ്യും. ഓക്കെ, കാരണം നമ്മൾ നേരത്തെ ഇവിടെ ഇതെല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, എംടിയും ഫുള്ളും മ്യൂട്ടക്സും. സോ അതിലേക്ക് ആക്ച്വലി ഇവിടുന്ന് നേരിട്ട് തന്നെ നമുക്കത് കൊടുക്കാവുന്നതാണ്, ലൈക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ താഴെയാണ് ഇത് ഇനീഷ്യലൈസ് ചെയ്തത്. നോ പ്രോബ്ലം. നേരെ ഇവിടെ തന്നെ സെം ടി എം ടി ഈക്വൽ 0 എന്നും സെം ടി എം ടി ഈക്വൽ ബഫർ സൈസ് എന്നും ഫുൾ ഈക്വൽ 0 എന്നും മ്യൂട്ടക്സ് ഈക്വൽ 1 എന്നും കൊടുക്കാം. ബട്ട് ഈ കോഡിൽ ഇങ്ങനെയുള്ളത് അത് അൽഗോരിതം സെറ്റ് ആക്കാൻ വേണ്ടിയാണ്. സോ അതുപോലെ ചെയ്യാം. ഇനി നമുക്ക് ത്രെഡ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ത്രെഡ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, ഇനി ത്രെഡ് ക്രിയേറ്റ് ചെയ്യണം. സോ പ്രൊഡ്യൂസർ ത്രെഡ് നൾ പ്രൊഡ്യൂസർ ത്രെഡ് നെയിം നൾ. നെക്സ്റ്റ് അടുത്ത ത്രെഡ് കൺസ്യൂമർ ത്രെഡ്, അത് എങ്ങോട്ടാണ് പാസ് ചെയ്യേണ്ടത്? കൺസ്യൂമർ ത്രെഡിലേക്ക്. നൾ കൺസ്യൂമർ നൾ. ഇത് ഇങ്ങനെ തന്നെയാണ് സിൻടാക്സ്. എന്തുകൊണ്ടാണ് ചോദിക്കരുത്, കാരണം ഇതാണ് സിൻടാക്സ്. ഓക്കെ, പ്രൊഡ്യൂസർ ത്രെഡ് ഞാൻ ആദ്യം ഇനീഷ്യലൈസ് ചെയ്യുന്നത്. സോ പ്രൊഡ്യൂസർ ത്രെഡ് നൾ ത്രെഡ് നെയിം പ്രൊഡ്യൂസർ നൾ. then p thread create consumer thread null consumer null. then join thread ഡൈ ആവാൻ വേണ്ടി കത്തുക്കാൻ. സോ അതിൽ നമുക്ക് ജോയിൻ ഫംഗ്ഷൻ യൂസ് ചെയ്യും. അതിനാണ് p thread join. എന്നിട്ട് ഏത് ത്രെഡാണ് ഇനീഷ്യലി നമ്മൾ ചെയ്യുന്നത്? പ്രൊഡ്യൂസർ ത്രെഡ് null. then നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് കൺസ്യൂമർ ത്രെഡ്. സോ കൺസ്യൂമർ ത്രെഡ് null. എന്നിട്ട് എല്ലാ ത്രെഡും ഡിസ്ട്രോയ് ചെയ്യുക. നമ്മുടെ അവസ്ഥ പരിപാടി കഴിഞ്ഞാൽ സം ഡിസ്ട്രോയ്, എല്ലാ സെമാഫോറും ഡിസ്ട്രോയ് ചെയ്യുക. എം ടി ഫുള്ളും മ്യൂട്ടക്സും ഡിസ്ട്രോയ് ചെയ്യുക. റിട്ടേൺ 0. സോ അത്രയേ ഉള്ളൂ. പ്രൊഡ്യൂസർ കൺസ്യൂമർ ഈസിയാണ്. നെക്സ്റ്റ് അടുത്ത ക്ലാസിക്കൽ പ്രോബ്ലത്തിലേക്ക് നോക്കാം. കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം.